എടാ ബാക്കൊക്കെ കാക്കല്ലെടുക്ക്. ഇങ്ങനെയാണ് പലരും വാഹനം കയറ്റത്തിൽ നിന്ന് ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ അവസ്ഥ. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഇതുപോലത്തെ ഒരു കയറ്റത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വാഹനം പുറകോട്ട് ഇറങ്ങി പോകുന്നു, ബ്രേക്കിൽ നിന്ന് കാലിക്കുന്നു, ഇതാ പോകുന്നു എന്നുള്ള പ്രശ്നം. കാരണം നമ്മൾ എത്ര വാഹനം ഡ്രൈവിങ്ങിലിട്ട് വലിപ്പിക്കുമ്പോഴേക്കും ആക്സിഡൻറ്റ് കൊടുക്കുമ്പോഴേക്കും വാഹനം പുറകോട്ട് മാത്രമേ പോകുള്ളൂ എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അല്ലെങ്കിൽ 2 വീലർ 4 വീലൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ 4 വീൽ പഠിച്ച് ഇറങ്ങുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത്തരക്കാർക്ക് പറ്റിയിട്ടൊരു വാഹനമാണ്, അത്തരക്കാർക്ക് പഠിച്ച് ഇറങ്ങുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു വാഹനമാണ്. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അതും ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാരുതിയുടെ A-സ്റ്റാർ. നിങ്ങൾ ഏത് വലിയ കയറ്റത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വാഹനം ഇപ്പോഴത്തെ അവസ്ഥയിൽ ന്യൂട്രലാണ്. എങ്ങനെയായാലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല, ഹാൻഡ് ബ്രേക്ക് റിലീസായി കിടക്കുന്നു. വാഹനത്തിൻ്റെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ കാലെടുക്കാൻ പോകണം, ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം പുറകോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രൈവ് ഗിയറിലേക്ക് വാഹനം ഞാൻ ഇടാൻ പോകും. ന്യൂട്രലിൽ നിന്ന് നേരെ ഡ്രൈവ് ഗിയറിലേക്ക് ഇടാൻ പോവാണ്. ഡ്രൈവ് ഗിയറിലിട്ടു വാഹനം ഇത് നിൽക്കുന്നു, ഒരു ആക്സിഡൻറ്റും കൊടുക്കേണ്ട. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല, നോക്കിക്കോ, ഹാൻഡ് ബ്രേക്ക് താന്നിട്ടാണ് കിടക്കുന്നത്, പൊങ്ങിയിട്ടല്ല. പക്ഷേ വാഹനം ഇത് ഹാൻഡ് ബ്രേക്ക് ഇട്ട പോലെ തന്നെ ഡ്രൈവ് ഗിയറിലൂടെ നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഈസി ആയിട്ട് ബ്രേക്കുന്ന ആക്കം പോലെ കാലെടുത്ത് ഇപ്പോൾ ചെറിയ രീതിയിൽ പോകുന്നുണ്ട്, കാരണം അത്രയും സമയം നിന്നുകൊണ്ട് അതിൻ്റെ ഹോൾഡിംഗ് സമയം കഴിഞ്ഞുകൊണ്ടാണ് പുറകോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഈ രീതിയിൽ ഇത്രയും വലിയൊരു കുത്തിൽ പിടിച്ചു നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് പതിയെ ഇങ്ങനെ ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം മുന്നോട്ട് ഇങ്ങനെ കയറിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏതൊരാളും മുന്നിൽ ഡ്രൈവിംഗ് പഠിച്ച് തുടങ്ങുന്നവർക്ക് പോലും ഈസി ആയിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല പാർക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ AT ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്, ഗിയർ ബോക്സിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഗിയർ ബോക്സ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗിയർ ബോക്സ് തന്നെയാണ് AT ഗിയർ ബോക്സ് വരുന്നൊരു A-സ്റ്റാർ. മാരുതിയുടെ A-സ്റ്റാർ എന്ന വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള മാരുതിയുടെ A-സ്റ്റാർ എന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വാഹനമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. KL 16 രജിസ്ട്രേഷനിലേക്ക് നിൽക്കുന്ന, ആറ്റിങ്ങൽ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന വാഹനം. ഈ 2011 മോഡൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വെറും 2,25,000 രൂപക്ക് ഓൾമോസ്റ്റ് 1.25 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ ഈ ഒരു വാഹനം ഇതുവരെ റൺ ചെയ്തില്ല, പ്രോപ്പർലി സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ളതാണ്. അപ്പോൾ 2 വീലർ നിന്ന് 4 വീലർ അപ്ഗ്രേഡ് ചെയ്യുന്നവരെങ്കിൽ 4 വീൽ പഠിച്ച് തുടങ്ങുന്നവർക്കും ഈസി ആയിട്ട് ഏത് കയറ്റത്തിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് മാത്രം പോകുന്നു. ഒരിക്കലും പുറകോട്ട് ഇറങ്ങുന്ന ടെൻഷനോട് കൂടി വാഹനം ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുണ്ട് കൂട്ടി പിടിച്ച് ടെൻഷൻ അടിച്ച് വാഹനം ഓടിക്കേണ്ടെന്ന് ഏറ്റവും വലിയൊരു വാഹനം AT ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ നമ്മുടെ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. വാഹനത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലത്തെ മോഡൽ കുറഞ്ഞതും കൂടിയായിട്ടുള്ള AT ഗിയർ ബോക്സ് മറ്റു വാഹനങ്ങളുടെ കളക്ഷൻസ് ഒക്കെ ഞങ്ങളെ പക്കലുണ്ട്. അത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. വീഡിയോ കിട്ടണമെന്ന് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.